ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയത് കാരണം തന്നെ യൂട്യൂബിൽ വീഡിയോസൊന്നും അങ്ങനെ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ലോങ് വീഡിയോ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രഗ്നൻസി പീരീഡിൽ എനിക്കുണ്ടായ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പേരൊക്കെ ചോദിച്ചിട്ടോ എങ്ങനെയുണ്ട് ഇപ്പം, കുറവായോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരു മറുപടി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ആദ്യം മുതൽ പറയുന്നത് എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ആയിരുന്നു. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസിയിൽ എനിക്കുണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹെരണ്യാണ്. അപ്പോൾ ഒരു 3-4 മാസത്തിലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ എൻ്റെ ബെല്ലി ബട്ടൺ ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരാൻ തുടങ്ങി. അപ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഹെരണ്യാണോ എന്നൊരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മ അടുത്ത് പറഞ്ഞു അല്ലമ്മ, ഇങ്ങനെ ചിലർക്ക് പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ ബെല്ലി ബട്ടൺ പുറത്തേക്ക് ഇതിങ്ങനെ തള്ളി നിൽക്കാറുണ്ട്, അപ്പോൾ അതിൻ്റെ വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് വലിയ കാര്യമൊക്കെ എടുത്തില്ല. അതിനുശേഷം ശരിക്കും നല്ല വേദനയായി തുടങ്ങിയത് ഒരു 7-ാം മാസമൊക്കെ ആയപ്പോഴത്തേക്കും, കറക്റ്റ് പറയുകയാണെങ്കിൽ ജനുവരി 1-ാം തീയതി ആകുമ്പോഴത്തേക്കും നല്ലതായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വേദന വരാൻ തുടങ്ങി കേട്ടോ. ഭയങ്കരമായിട്ട് വേദന എന്ന് പറഞ്ഞാൽ നമ്മൾ കാലൊക്കെ മുറിഞ്ഞിട്ട് പഴുത്തിട്ടൊരു വേദന ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലെ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഇനി വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. ഞങ്ങൾ ആദ്യം ഇവിടെ ഒരു അടുത്തുള്ളൊരു PHC പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബെല്ലി ബട്ടൺ പുറത്തേക്ക് തള്ളാം, അത് കാരണം നിങ്ങൾ കാണിക്കുന്ന ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തൊടുപുഴ ഹോസ്പിറ്റലിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ അവിടെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഹെരണ്യ. അങ്ങനെ ഡോക്ടർ അവിടുന്ന് സർജനെ കൺസൾട്ടേഷൻ എടുത്തുന്നു. അങ്ങനെ സർജനെ പോയി കണ്ടു. സർജനെ പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ സ്കാനിങ് കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാനിങ് കാര്യങ്ങളൊക്കെ എടുത്തു. സ്കാനിങ് കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്കിപ്പോൾ പ്രഗ്നൻസി ടൈമിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി പ്രഗ്നൻസി കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം വേറെ മെഡിസിനോ കാര്യങ്ങളൊന്നുമില്ല, സർജറി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ സർജറി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇപ്പം നമുക്ക് റെസ്റ്റ് മാത്രമേ ഇതിനൊരു വഴിയുള്ളൂ എന്ന് പറഞ്ഞു. വേദന കുറയ്ക്കാനായാലും ഇതിന് വേറെ വഴിയൊന്നുമില്ല, പാരസിറ്റമോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഫുള്ളായിട്ട് ബെഡ് റെസ്റ്റ് തന്നെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു പ്രഗ്നൻസിയിൽ ഒരു 7-ാം മാസം തൊട്ട് ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഈ ഹെരണ്യ വന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു ഈ പ്രഗ്നൻസിയുടെ ടൈമിലാണല്ലോ ഇങ്ങനെ ഹെരണ്യ വന്നത്, അപ്പോൾ ഒരു പക്ഷേ ഈ നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ട് വയറ് ചുങ്ങുമ്പോൾ ചിലപ്പോൾ മറ്റേ ഈ ഹെരണ്യയുടെ ആ ഒരു പ്രശ്നം താഴേക്ക് ബെല്ലി ബട്ടൺ താഴേക്ക് ചുങ്ങി പോകുമായിരിക്കും, ചാൻസ് ഒന്നും ഇല്ല, എന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ പോകുമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞ്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാം, ഡോക്ടർ പറഞ്ഞ് സർജറി വേണ്ടി വരത്തില്ല, ഇത് തന്നെ അങ്ങ് ചുങ്ങി പൊക്കോളും എന്നുള്ളൊരു മൈൻഡ് ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പ്രഗ്നൻസിയുടെ ടൈമിലൊന്നും ഞാൻ ഹെർണിയനെ കുറിച്ച് ചിന്തിച്ചിട്ടോ പേടിച്ചിട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ റെസ്റ്റ് എടുത്തുകൊണ്ട് തന്നെ വേദനയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് സർജറി വേണമെന്നോ അങ്ങനത്തെ ഒരു മൈൻഡൊന്നും എനിക്കില്ലായിരുന്നു. സർജറിനെ കുറിച്ച് ഓർത്ത് പേടിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മാർച്ചിലെ ഡെലിവറി ആയി. ഡെലിവറിയുടെ സമയത്തും ഇങ്ങനെ വേദനയോ കാര്യങ്ങളൊന്നും വന്നില്ല, നല്ലതായിട്ട് റെസ്റ്റ് എടുത്തുകൊണ്ട് തന്നെ വേദന ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്നപ്പോഴാണ് വയറൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് തുടങ്ങി. അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് ബെല്ലി ബട്ടൺ താഴേക്ക് പോയിട്ടില്ല, അത് പൊന്തി തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ പിറ്റേ ദിവസം ഡോക്ടർ വന്നു. പിറ്റേ ദിവസം ഡോക്ടർ വന്നിട്ട് ചെക്കപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം പ്രശ്നമൊന്നുമില്ല, വേദനയൊന്നും ഇല്ലാതിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇനിയിപ്പം 3 മാസം ഡെലിവറി കഴിഞ്ഞ് 3 മാസം പിന്നെയും റെസ്റ്റ് ആയതുകൊണ്ട് തന്നെ വേദനയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും ചെറിയ വേദനയൊക്കെ ആയി തുടങ്ങും. നല്ല വേദനയാണെങ്കിൽ നേരത്തെ ഹോസ്പിറ്റലിൽ വരണം. വേദന അല്ലെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് സർജറിയുടെ കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തൊട്ടിട്ട് സർജറിയുടെ കാര്യം ഓർത്ത് നല്ല പേടിയുണ്ട് കേട്ടോ. കാരണം ഈ ഡെലിവറി ടൈമിൽ കുറച്ച് നേരത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയായിരുന്നു. അപ്പോൾ അഡ്മിറ്റ് ആയ സമയത്ത് തന്നെ ഇങ്ങനെ സർജറി കഴിഞ്ഞ ആൾക്കാർ നടക്കുന്നതും, അപ്പോൾ അവർ ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞതും, ഈ സെക്ഷനുള്ള ചേച്ചിമാരൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും അവർ ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പേടിയായിരുന്നു. അപ്പോൾ തൊട്ട് സർജറി ചെയ്യണം എന്നുള്ള കാര്യം എടുത്തിട്ട് ശരിക്കും മനസ്സിലൊരു ടെൻഷനായിട്ട് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എനിക്ക് ഇങ്ങനെ ഒരു സർജറി വേണ്ടി വരും, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്നൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞപ്പോൾ മനസ്സിൽ ഭയങ്കര പേടി. സന്തോഷം ഉണ്ടെങ്കിലും കുഞ്ഞുണ്ടായി ആ ഒരു സന്തോഷത്തിലാണെങ്കിലും എനിക്ക് സന്തോഷത്തിന് ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ ഫസ്റ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞ സമയം തൊട്ടിട്ട് നമ്മളിങ്ങനെ റെസ്റ്റ് എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ നമ്മുടെ ഇഷ്ടത്തിന് ഒരു കാര്യങ്ങൾ നമുക്ക് മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരിക്കും. എനിക്ക് ശരിക്കും അതുണ്ടായിരുന്നു.
അപ്പോൾ ആദ്യത്തെ ഒരു 3 മാസം അത് അങ്ങനെ പോയി. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുമല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പം കുഞ്ഞ് 3 മാസം കഴിഞ്ഞാൽ തന്നെ ചെറിയ പണിയൊക്കെ എടുത്ത് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ വേദന കൂടും. അത് കഴിഞ്ഞ് പിന്നെ 6 മാസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഈ 3 മാസത്തിൻ്റെ ഇടയ്ക്കോ നമുക്ക് അതിൻ്റെ സർജറി വേണ്ടി വന്നാൽ അത് അങ്ങനെ ഇനി എന്ന് പഴയ ഒരു ലൈഫിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു വിഷമവും എല്ലാം കൂടി മൊത്തത്തിൽ എനിക്ക് പണ്ടത്തെ പോലെ ഒരു സന്തോഷത്തിലേക്ക് അങ്ങോട്ട് വരാനും പറ്റുന്നില്ല. ആരോടും ഒന്നും നല്ല രീതിയിൽ ഷെയർ ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ ആകെ എന്തൊക്കെയോ കുഴഞ്ഞു മറിഞ്ഞൊരു അവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ സന്തോഷമാണോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിലും സന്തോഷമാണ്. പക്ഷേ ഈ ഹെൽത്തിൻ്റെ കാര്യം ഓർക്കുമ്പോഴത്തേക്കും ഭയങ്കര വിഷമവും ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെയാണ് കേട്ടോ ഡെലിവറിക്ക് ശേഷമുള്ള എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കുഞ്ഞുണ്ടായതിൻ്റെ സന്തോഷമുണ്ട്, പക്ഷേ ഈ ഒരു സർജറിയുടെ കാര്യം ഓർത്തിട്ട് നല്ല ടെൻഷനുണ്ട്. മരുന്ന് വെച്ചിട്ട് മാറ്റാവുന്നൊരു കാര്യമായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും പേടിയോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇതൊരു സർജറി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആർക്കായാലും ഒരു പേടി ഉണ്ടാവില്ല. ആ ഒരു പേടി എനിക്ക് നല്ല രീതിയിലുണ്ട്. ആ ഒരു പേടി നല്ല രീതിയിൽ എനിക്കുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ആ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടങ്ങ് സന്തോഷിക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ എന്തൊക്കെയോ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ ടാറ്റ.